സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് എന്തു പറ്റി? ഒരു ജനാധിപത്യ പരമാധികാര സമൂഹത്തിലെ ഇത്രത്തോളം ജനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടേതായ ഒരു പങ്ക് കൊടുക്കാൻ, സമൂഹത്തിനാകെ കൊടുക്കാൻ കഴിയാത്തത്? മുമ്പ് നമ്മൾ കൊടുത്തിരുന്നവരാണല്ലോ. മുമ്പ് 500 കൊല്ലം മുമ്പ്, വെള്ളക്കാരൻ്റെ പൊടി കാണുന്നതിൻ്റെ മുമ്പ് നാം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്ന രാജ്യമായി. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് അന്നത്തെ നമ്മുടെ സമ്പത്ത്. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് തിരിച്ചങ്ങോട്ട് എത്താൻ കഴിയാത്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പര്യാലോചനയാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, വെള്ളക്കാരൻ പോയി. ആ വെള്ളക്കാരൻ പോയെങ്കിൽ പോലും വെള്ളക്കാരൻ നമ്മളെ കോളനൈസ് ചെയ്തിട്ട് 200 കൊല്ലത്തോളം നമ്മളെ ഭരിച്ചു. 2 നൂറ്റാണ്ടോളം ബ്രിട്ടീഷുകാർ മാത്രം ഭരിച്ചു. അതിൻ്റെ മുമ്പ് പോർച്ചുഗീസുകാരുണ്ടായിരുന്നു, ഡച്ചുകാരുണ്ടായിരുന്നു, അങ്ങനെ പലരുണ്ടായിരുന്നു. പക്ഷേ ഈ അങ്ങനെ കോളനൈസ് ചെയ്തെങ്കിൽ പോലും ആ കോളനിയുടെ ഒരു അപകോളനീകരണം, കോളനികൾ അല്ലാതായിട്ടും ഒരു അപകോളനീകരണം അല്ലെങ്കിൽ ഡീകോളനൈസേഷൻ നിർഭാഗ്യവശാൽ നമ്മൾ ഇന്നും നടത്തിയിട്ടില്ല. ശരിയാണ്, ഭരണം നമുക്ക് കിട്ടി എന്നത് ശരിയാണ്. നമ്മൾ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം, അതില്ലെങ്കിൽ ഒരു ജനാധിപത്യ അവകാശം, ഡെമോക്രാറ്റിക് റൈറ്റ് നമുക്ക് കിട്ടി. പക്ഷേ അപ്പോഴേക്കും നമ്മൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മളെ വെള്ളക്കാരൻ അവരുടെ പ്രജകളെ പരിശീലിപ്പിക്കാനായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഇവിടെ മെനഞ്ഞ് ഉണ്ടാക്കി പ്രയോഗിച്ച പ്രജാവിദ്യാഭ്യാസം അല്ലെങ്കിൽ കോളനികൾക്കായിട്ടുള്ള വിദ്യാഭ്യാസം കാരണം നമ്മൾ മാനസികമായി തന്നെ യഥാർത്ഥ പ്രജകളായി, അടിമകളായി. അതുവഴി ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വെള്ളക്കാരൻ്റെതാണ് ശരി, അവനാണ് കൂടുതൽ വിവരം, അവൻ്റെ സംസ്കാരമാണ് കൂടുതൽ നല്ല സംസ്കാരം എന്ന മിഥ്യാബോധം ലോകത്തിലെ ഏറ്റവും മോശം രാജ്യങ്ങളിലൊന്നാണ്. ജീവിക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ പലതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. പ്രധാനമായിട്ടും അവിടെ വേണ്ടത്ര വിഭവങ്ങളില്ല. വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എനർജി, അതായത് സൂര്യപ്രകാശം തന്നെ കുറവാണെന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവർക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്കുണ്ടായിരുന്നൊരു വലിയ മെച്ചം എന്തായിരുന്നു വെച്ചാൽ, മറ്റുള്ളവരെ ആക്രമിച്ച് കീഴടക്കി അവരെ ഒതുക്കാനും ഇല്ലാതാക്കാനുള്ള കഴിവും ശക്തിയും ശേഷിയും കൗശലങ്ങളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അത് കാരണമാണ് യഥാർത്ഥത്തിൽ അവർ ലോകത്തെ മുഴുവൻ കോളനൈസ് ചെയ്തിട്ട് ആ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആ 14-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടോടുകൂടി തുടങ്ങിയ അത് 20-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന ഒരു പ്രക്രിയയായിരുന്നു കോളനൈസേഷൻ. ഈ കുറഞ്ഞ കാലം കൊണ്ട്, അല്ലെങ്കിൽ 500 കൊല്ലം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളമൊക്കെ 500 കൊല്ലം കൊണ്ട് തന്നെ എന്ന് പറയാം, അല്ലെങ്കിൽ 400 കൊല്ലം. ഈ കാലഘട്ടങ്ങൾ കൊണ്ട്
അന്ന് വരെ ലോകത്താകെ ഉണ്ടായിരുന്ന സമ്പത്ത്, അടിഞ്ഞുകൂടിയ സമ്പത്ത്, മനുഷ്യാധ്വാനം കൊണ്ട് മിച്ചമായിട്ടുണ്ടാവുന്നതൊക്കെ സമ്പത്തായിട്ട് നിലനിൽക്കും. ആർട്ടിഫാക്റ്റുകളായിട്ട് അതായിട്ട് ഇതായിട്ടൊക്കെ ഇതൊക്കെ തന്നെ കവർന്ന് മോഷ്ടിച്ച് അല്ലെങ്കിൽ ബലാത്കാരം കവർന്നെടുത്ത് കൊണ്ടുവന്ന് അതിലാണ് യൂറോപ്പ് ആകെ വളർന്നത്. ആ യൂറോപ്പ് വളരാനായിട്ട് സഹായിക്കാൻ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂല്ലോ. അതുകൊണ്ട് തന്നെ ആ കോളനികളിലുള്ള ആൾക്കാരെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ഒരു പ്രയാസമല്ല, വിദ്യാഭ്യാസത്തിൽ അങ്ങനെ ആവും. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് താലിബാനിലെ കുട്ടികളുണ്ടാക്കിയത്. പൊട്ടിത്തെറിക്കാനായിട്ട് ഈ ആധുനിക കാലത്താണ് ഉണ്ടാക്കിയത്, അമേരിക്കക്കാരാണ് ഉണ്ടാക്കിയത്, പാകിസ്ഥാനികളെ കൊണ്ടാണ് ഉണ്ടാക്കിച്ചത്. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൻ്റെ പുരോഗമന നജീബിൻ്റെ ഭരണം തകർത്തത്. എന്തായാലും അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പോലും യാതൊരു കാര്യമില്ലാതെ പൊട്ടിത്തെറിക്കാൻ പോലും പറ്റുന്ന അവസ്ഥയിൽ മനുഷ്യനാക്കാൻ വിദ്യാഭ്യാസം കൊടുത്താൽ മതി. അതേപോലെ നമ്മളെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ശരിക്കും വെള്ളക്കാരനാണ് വലിയവന്, വെള്ളക്കാരനേക്കാളും വലിയ വിവരമുള്ളവരില്ല, അവരുടെ സംസ്കാരത്തെക്കാളും വലിയ സംസ്കാരമില്ല എന്നൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി അവർ മെനഞ്ഞു. അത് അവർ ഫലപ്രദമായി നടപ്പിലാക്കിയത് കാരണം യഥാർത്ഥത്തിൽ നമ്മൾക്കും തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ആ യഥാർത്ഥ പ്രജയുടെ മനസ്സ് നമുക്കുണ്ടായി. അതുവഴി പ്രജയുടെ മനസ്സെന്തായിരിക്കും? യജമാനന് വലിയ നല്ലവനാണ്, അവനെക്കാളും വലിയ വിവരമില്ല, അവനെക്കാളും സാമർഥ്യവും ബുദ്ധിയുള്ള ആൾക്കാരില്ല. ആ ബോധം നമുക്കുണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മളെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഡീകോളനൈസേഷൻ നടക്കായിരുന്നു. അല്ലെങ്കിൽ അപകോളനീകരണം നടന്നിട്ടേ ഇല്ല. ഭരണം അതേപോലെ തന്നെ നടക്കുന്നു, നീതിന്യായ വ്യവസ്ഥ അതേപോലെ നടക്കുന്നു, പട്ടാളത്തിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ നടക്കുന്നു. എല്ലാം ആ വെള്ളക്കാരുണ്ടാക്കി വെച്ച ആ പാറ്റേണിലൂടെ അല്ലാതെ മറ്റു ഒന്നും നമുക്ക് കഴിഞ്ഞില്ല. അതേപോലെ വിദ്യാഭ്യാസം, ഏറ്റവും വലിയ സങ്കടം ഉണ്ടായത് വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസം മാത്രം അപകോളനീകരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഡീകോളനൈസ് ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ ആ വിദ്യ അഭ്യസിച്ച കുട്ടികൾ തന്നെ നോക്കുമായിരുന്നു. കാരണം നമ്മൾ 3 തലമുറ കഴിഞ്ഞു, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 3 തലമുറ കഴിഞ്ഞിട്ട് പോലും നമ്മൾ ഇപ്പോഴും അടിമകളായിട്ടും സ്വാതന്ത്ര്യം ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ പോലും നൽകാൻ കഴിയാത്തവരായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ 21-ാം നൂറ്റാണ്ടിലും എന്തിന് ഈ 2023-ലും 22-ലും 2020-കൾക്ക് ശേഷമുള്ള 4 കൊല്ലം നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതായത് നമ്മളെ പാറ്റൻ്റ് അപേക്ഷയ്ക്കെങ്കിലും, പാറ്റൻ്റ് രജിസ്ട്രേഷൻ വേണ്ട, പാറ്റൻ്റ് അപേക്ഷിച്ചവരുടെ എണ്ണത്തിൽ നമ്മളുടെ എണ്ണം എത്രയാണ്? നമ്മൾ ഏകദേശം 1/5 ജനങ്ങളില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടേതല്ലേ? ചൈനയെക്കാളും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടേതാണ്. ആ രാജ്യത്ത് പാറ്റൻ്റ്, അതായത് പുതിയ ഒരു കണ്ടെത്തൽ, പുതിയ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്താനായിട്ട്, ഇത് ഞങ്ങൾ പുതിയ കണ്ടെത്തലാണ് എന്നതിനുള്ള പാറ്റൻ്റ് കിട്ടും. ഈ പാറ്റൻ്റ് കിട്ടണമെങ്കിൽ അതിന് അപേക്ഷ കൊടുക്കണം. ഈ അപേക്ഷ കൊടുക്കുന്നതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ട്? ഇന്ത്യക്കാരുടെ, അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികൾ, ഇത് നമ്മൾ നോക്കേണ്ടതല്ലേ? ഇത് നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് അതിന് കാരണമെന്ന് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്നത് ലോകത്ത് ഞാൻ അടിവരയിട്ട് പറയുന്നു, ലോകത്തിന്
മാനസികമായും ശാസ്ത്രീയമായിട്ടും സാങ്കേതിക വിദ്യയിലും നയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിഭവങ്ങളുള്ള രാജ്യമാണ്. എന്താണ് വിഭവങ്ങൾ? സാംസ്കാരികമായി നമ്മുടെ റിച്ച് കൾച്ചർ, അല്ലെങ്കിൽ ധന്യമായ നമ്മുടെ സംസ്കാരം. 1. 2, നമ്മളിവിടെ ഉള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മൂലധനം. ഇത് രണ്ടും ഏറ്റവും കൂടുതലുള്ളതാണ്. ഇത്രത്തോളം ഭാഷകൾ, ഇത്രത്തോളം സംസ്കാരം ഇതുള്ള വേറൊരു രാജ്യമല്ല. ഈ ഭാഷകൾ കൂടുതലാവുക എന്നറിയണമെങ്കിൽ നമുക്ക് കൂടുതൽ ധനമുണ്ട് എന്നാണ്, കൂടുതൽ സമ്പത്തുണ്ട്. ഭാഷാപരമായ സമ്പത്തും സാംസ്കാരിക സമ്പത്തും ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. ചൈനക്ക് അങ്ങനെയില്ല. ചൈനക്ക് ആകെ ഏക ഒരു മാൻഡുരൻ എന്ന് പറഞ്ഞൊരു ഭാഷയും പിന്നെ ഒരേ കൾച്ചറാണുള്ളത്. നമുക്ക് സൈക്ലഡിക് കൾച്ചറാണുള്ളത്. അതായത് അതിസമ്പന്നമായ അനേകം കൾച്ചറുകൾ. ഇതൊക്കെ നമ്മുടെ മൂലധനമാണ്. ഇതൊക്കെ നമ്മൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള മൂലധനമാണ്. അതിനെ പാടെ അവഗണിച്ച് നമ്മൾ ഇപ്പോഴും വെള്ളക്കാരൻ്റെ ഭാഷയിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, വിദ്യാഭ്യാസം എന്നത് മാധ്യമമാണ്. വിദ്യാഭ്യാസം എന്ന മാധ്യമത്തിന് ഉപയോഗിക്കുന്ന ഇത് ആ കുഞ്ഞിൻ്റെ മനസ്സ് വികസിച്ച ആ ഭാഷയിലാണ്, ജീവിച്ച അതേ ഭാഷയിലാണ്. അത് അധികപക്ഷവും അമ്മമാരുടെ അല്ലെങ്കിൽ സ്വന്തം മാതാവിൻ്റെ ഒന്നിച്ച് കിട്ടിയ ആ മാതൃഭാഷ, അതിലാണ് അവന് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനും സഞ്ചരിക്കാനും പാറിപ്പറക്കാനും കഴിയും. ആ ഭാഷയിലാണ് അവന് വിദ്യാഭ്യാസം കിട്ടുന്നത്. അതിന് പകരം വെള്ളക്കാരൻ്റെ ഭാഷയിൽ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ വെള്ളക്കാരൻ വലിയവനാണ്, മറ്റാണ്, അതൊക്കെ ശരിയായിരിക്കാം, വലിയവൻ തന്നെ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനും ഒരു ജനതക്കും ആ സ്വന്തം സംസ്കാരത്തിൽ അഭിമാനമില്ലാത്ത ഒരു രാജ്യത്തിനും സ്വന്തം സംസ്കാരത്തിൽ ഒരു കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ നമ്മളിത് മോശമായിരിക്കാം, പക്ഷെ അതിൻ്റെ വേരുകൾ കണ്ട് അതിൽ നിന്ന് മുളച്ചിട്ടല്ലാതെ ഒരിക്കലും ഒരു രാജ്യവും ഉന്നതിയിലേക്ക് കയറില്ല. ഇമിറ്റേറ്റേഴ്സിന് അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് ഒരിക്കലും റിയൽ ആവാൻ കഴിയില്ല. ഇമിറ്റേറ്റേഴ്സിന് ഒരിക്കലും ക്രിയേറ്റീവ് ഇൻവെൻറ്റേഴ്സ് ആവാനോ ക്രിയേറ്റീവ് ആവാനോ കഴിയില്ല. അന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാഷയിൽ അടിസ്ഥാന ആശയങ്ങൾ അരക്കിട്ടുറപ്പിക്കാത്ത ഒരു കുഞ്ഞും എൻ്റെ അഭിപ്രായത്തിൽ പുതുതായിട്ട് ഒന്നും സമൂഹത്തിന് പങ്കുവെക്കാനുള്ള കണ്ടുപിടുത്തങ്ങളിൽ എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ പ്രജാവിദ്യാഭ്യാസം ആണ് നമുക്ക് കിട്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ ജനാധിപത്യ വിപ്ലവം നടന്നു. ഇന്ത്യ വെള്ളക്കാരൻ്റെയും ഫ്രഞ്ചുകാരൻ്റെയും പോർച്ചുഗീസുകാരൻ്റെയും നുകത്തിൽ നിന്ന് വിമോചിതരായി. എങ്കിൽ പോലും നമ്മളെ വിദ്യാഭ്യാസം എന്നത് അപകോളനീകരണം നടത്തിയില്ല. നമ്മുടെ പുതിയ ജനത, അതായത് പൗരൻ, അതായത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിലെ ഭാഗധേയം നിർണയിക്കേണ്ട പൗരൻ, ആ പൗരനെ വാർത്തെടുക്കാൻ വേണ്ട പൗരവിദ്യാഭ്യാസം എന്നതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിൽ നമ്മൾ അടിമകളായിരുന്നു.
എന്നതാണ് യഥാർത്ഥം. അതുകൊണ്ടാണ് അതേ അടിമയാക്കാനായിട്ട് അവർ ഉപയോഗിച്ച അതേ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ അഭംഗുരം തുടരുക മാത്രമല്ല ചെയ്തത്, അത് കൂടുതൽ പരിപോഷിപ്പിക്കുകയാണ് ചെയ്തത്. കൂടുതൽ നല്ല കെട്ടിടങ്ങളുണ്ടാക്കി, കൂടുതൽ നല്ല മതിലുകളുണ്ടാക്കി, കൂടുതൽ നല്ല ഗേറ്റ് വെച്ചു, കൂടുതൽ നല്ല ബോർഡ്, കൂടുതൽ നല്ല സിലബസ്, കൂടുതൽ നല്ല പരീക്ഷകൾ ഒക്കെ 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 ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസത്തിലുള്ള ചതി അല്ലെങ്കിൽ അപകടം മനസ്സിലാക്കാൻ നമുക്കായില്ല എന്നർത്ഥം. അത്രത്തോളം മാനസിക പ്രാക്ഷാളനം നടത്തപ്പെട്ടവരാണ് എന്ന് വിചാരിച്ചാൽ, അപ്പം നിങ്ങൾക്ക് ഒരു വലിയ ചോദ്യം ഉണ്ടാവും, ഇങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ചവരല്ലേ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നിട്ട് നിന്നത്, നമ്മളെ മുമ്പിൽ നിന്ന് നമ്മളെ ലീഡേഴ്സായത്? ഗാന്ധിജിക്ക് ഈ വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ലേ? നെഹ്റുവിന് വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ലേ? അംബേദ്കർക്ക് വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ലേ? അങ്ങനെ യഥാർത്ഥത്തിൽ എല്ലാ കോൺഗ്രസ്സുകാർക്കും, എന്തിന് ഇന്നത്തെ BJPയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സവർക്കർക്ക് പോലും വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ലേ? അതുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നെ ഉണ്ടായത്. ഇത് ശരിയാണ്, അത് ശരിയാണ്. അതിന് കാരണം അവരുടെ ഈ സിലബസും അവരുടെ ഈ വിദ്യാഭ്യാസ രീതിയുമല്ല, അതിൻ്റെ കൂടെ സ്വാഭാവികമായും നടക്കുന്ന ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർക്ക് രാജ്യസ്നേഹം ഉണ്ടായത്, സാമൂഹ്യ സ്നേഹം ഉണ്ടായത്, സാമൂഹ്യ ബോധം ഉണ്ടായത്. അതിന് ആ കുട്ടികളൊക്കെ ഒന്നിച്ചു എന്നുള്ളത് മാത്രമാണ് കാരണം. ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ യാതൊരു സംശയം വിചാരിക്കണ്ട, ഒന്നിച്ച് സമയം പങ്കിടാൻ, സമയം ചെലവഴിക്കാൻ, പഠിക്കാനാണെങ്കിൽ പഠിക്കാൻ, അല്ലെങ്കിൽ പിന്നെ പീഡനമേൽക്കാനാണെങ്കിൽ പീഡനമേൽക്കാൻ, ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നതോടുകൂടി ആ മനുഷ്യരിൽ ഒന്നായിട്ടൊരു സിനർജി ഉണ്ടാവും. പൊതു താല്പര്യങ്ങൾ എന്താണ്, നമ്മളെ പൊതുവായ ആവശ്യമെന്ത്, അതിനുള്ള ഊർജം വെള്ളക്കാരൻ തന്നെയാണ് വരച്ചത്. അല്ലെങ്കിൽ വെള്ളക്കാരൻ്റെ ഈ വിദ്യാഭ്യാസത്തിലൂടെ തന്നെയാണ് അതുണ്ടായത് എന്നുള്ളത് സത്യമാണ്. അത് വെള്ളക്കാരൻ ആഗ്രഹിച്ചതല്ല. വെള്ളക്കാരന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ആ സ്വാതന്ത്ര്യ സമരവും ദേശസ്നേഹവും യഥാർത്ഥത്തിൽ നമ്മളിലുള്ളതാണ്, നമ്മളെ രക്തത്തിലുള്ളതാണ്. അത് ഒരു കൂട്ടായ ശക്തിയായി സമന്വയിച്ച് മുന്നോട്ട് നീങ്ങാനും സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടാനും, സ്വാതന്ത്ര്യ സമര കോൺഗ്രസിനെയും അതേപോലെ തന്നെ എന്തിന് മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും ഒക്കെ ഉണ്ടാക്കാനുണ്ടായ കാരണം ഈ വിദ്യാഭ്യാസം തന്നെയാണ് സമ്മതിച്ചു. പക്ഷെ ആ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല അത്. അതുണ്ടാവാനുണ്ടായ കാരണം ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ അവരൊക്കെ ഒന്നിച്ചു കൂടിയപ്പോൾ അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ മനസ്സിലാക്കി. സ്വാഭാവികമായും മനുഷ്യനുള്ള ആ വിമോചന സ്വപ്നം അവരിൽ വന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും ഈ കോളനി വിദ്യാഭ്യാസത്തിൻ്റെ പ്രോഡക്റ്റ് അല്ല, അതിൻ്റെ റിയാക്ഷനാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും അത് ആഗ്രഹിക്കാത്ത, ഒരിക്കലും അത് നടക്കണമെന്ന് വിചാരിക്കാത്ത ഒരു ലക്ഷ്യമായിരുന്നു അത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡീകോളനൈസേഷൻ നടക്കണ്ട. അത് പൗരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സർവാധികാരമുള്ള ഒരു റിപ്പബ്ലിക്കിലെ, ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിലെ ഭാഗധേയം എങ്ങനെയാവണം, ആര് ഭരിക്കണം, ആ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്നയാളുടെ പരിപാടി എന്താവണം, അതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതെല്ലാം നിശ്ചയിക്കുന്ന ഈ ആധുനിക ജനാധിപത്യത്തിൽ അത് ഒറ്റ പ്രാവശ്യം കുത്താനേ നേരുള്ളൂ, കുത്താനുള്ള അവകാശമേ ഉള്ളൂ.
ആ കുത്താനുള്ള അവകാശം തന്നെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തെ പരമാധികാരി ഈ പൗരനാണ് എന്നത് അടിവരയിടുന്നതാണ്. അങ്ങനെയുള്ള ഒരു പൗരനെ പരിശീലിപ്പിക്കുന്നതും ഒരു കോളനി രാജ്യത്തെ ഒന്നായിട്ട് ഇവിടെ പ്ലണ്ടർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് കവർന്നെടുത്ത് ഒന്നുച്ചൂടും ഊറ്റിയെടുക്കുന്ന ഒരു യജമാനൻ്റെ താല്പര്യവും ഒന്നാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ മാറ്റം വേണം. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽ മാറുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവത്തിൽ മാറും. എന്തായാലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ കുഞ്ഞ് ജീവിക്കുന്ന ഭാഷയിൽ, അമ്മയുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ, അവൻ ജനിച്ച് വളർന്ന ഭാഷയിൽ അവന് പരമാവധി അവൻ്റെ വിഷയങ്ങൾ, അവന് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. വിദ്യകളുടെ അഭ്യാസം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വിദ്യകളുടെ അഭ്യാസത്തിൽ വിദ്യകളായിട്ട് കണക്കും സയൻസും ബയോളജിയും ഒക്കെ ആവാം, അതിന് പുറമെ അവൻ ജീവിക്കുന്ന എന്തുമാവാം. അതിലൊക്കെ ഈ കണക്കും സയൻസും മാത്തമാറ്റിക്സും എല്ലാ കുന്തങ്ങളും ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മനസ്സിലാക്കാൻ, ബോധ്യപ്പെടാൻ, സ്വാംശീകരിക്കാൻ, അവൻ്റെ ജീവൻ്റെ ഭാഗമാവാൻ അവന് അവൻ്റെ ഭാഷയിലാവണം അവൻ്റെ പ്രാഥമിക കാലഘട്ടത്തിലെങ്കിലും വിദ്യാഭ്യാസം കിട്ടേണ്ടത്. നേരെ മറിച്ച് നമ്മളെ അവസ്ഥ എന്താണ്? ഇത് കിട്ടിയില്ല. മാത്രമല്ല, യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് പോയതോടുകൂടി നമ്മുടേതായ പങ്ക് കൊടുക്കാൻ കഴിവുള്ള നമ്മളാണെങ്കിൽ പോലും അത് കൊടുക്കാൻ പറ്റാത്തവരായി നമ്മൾ 75 കൊല്ലം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 145 കോടി ജനങ്ങളിലെ നമ്മൾക്ക് അത്രയും മസ്തിഷ്കം നമുക്കുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറ് അത് ഏറ്റവും കൂടുതലുള്ളത് നമുക്കാണ്. അതൊന്നായിട്ട് തൂക്കി നോക്കാൻ നമ്മുടേതായിരുന്നു കൂടുതൽ. നമ്മൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള ഏറ്റവും പ്രധാന കാരണം നമ്മളെ മസ്തിഷ്ക പ്രാക്ഷാളനത്താൽ അടിമകളാക്കിയ, വിദ്യാഭ്യാസം കൊണ്ട് അടിമകളാക്കിയ ഈ നമ്മുടെ നേതാക്കൾ വിദ്യാഭ്യാസം എങ്ങനെ വേണം എന്നത് തീരുമാനിക്കാൻ ഒരു ഗൗരവമായ ചർച്ച പോലും നടത്തിയില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ത് സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അവർ വിദ്യകൾ സ്വാംശീകരിക്കുക എന്നതിന് ഗൗരവമായ ഒരു ചിന്ത പോലും നടത്താതെ ഭരിച്ചതിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത് എന്നാണ് എനിക്ക് പറയാം. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയത് 10-26 തരം ഭാഷകളിൽ ഓരോ കുഞ്ഞിനും കൊടുക്കേണ്ട വിദ്യാഭ്യാസം കൊടുത്ത് അവന് PhD ലെവൽ വരെ ആ ഭാഷയിൽ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യാതൊരു സംശയം വേണ്ട, ഒരു ചൈനയും നമ്മളടുത്തെത്തൂലായിരുന്നു. അത്രത്തോളം സമ്പന്നമായ മനുഷ്യ മസ്തിഷ്കം മൂലധനമായുള്ള രാജ്യമാണ് ഇന്ത്യ. അത് മനസ്സിലാക്കി
ഇനിയെങ്കിലും ഹിന്ദിയും അല്ലെങ്കിൽ തമിഴും അല്ലെങ്കിൽ ഉറുദുവും അല്ലെങ്കിൽ ഇംഗ്ലീഷും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞിനും വിദ്യാഭ്യാസ മാധ്യമമായി ആവശ്യമുള്ളത്. ആ കുഞ്ഞിൻ്റെ മുലപ്പാലിൻ്റെ കൂടെ കിട്ടുന്ന അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന മാധ്യമമായ ഭാഷയിലാണ്. ജീവിക്കാൻ എന്തിനാ ഒരു മാധ്യമം ചോദിക്കും? ശ്വാസത്തിൻ്റെ കൂടെ, വായുവിൻ്റെ കൂടെ, വെള്ളത്തിൻ്റെ കൂടെ നമ്മുടെ മാനസിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളൊരു ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഷ പ്രാദേശികമായി ഡെവലപ്പ് ചെയ്ത ഭാഷയാണ്. ആ ഭാഷയിലായിരിക്കണം നമ്മുടെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം ഉണ്ടാക്കേണ്ടത്. അത് ഒരിക്കലും നമ്മളെ വേർതിരിക്കാനല്ല, ആ കുഞ്ഞിൻ്റെ കഴിവുകളെ പരമാവധി വികസിപ്പിച്ച് അത് സമൂഹത്തിന് അങ്ങനെ വികസിപ്പിക്കുന്നതോടുകൂടി അവൻ വളർന്നു വലുതായാൽ അത് സമൂഹത്തിന് റിവാർഡായിട്ട് തിരിച്ച് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ്. അതല്ലാതെ അവന് മത്സരത്തിലൂടെ അന്യോന്യ അസൂയ, കുനുട്ട്, വിദ്വേഷം, പക, തൻപോരിമ, കളവ് പറയാനുള്ള ഇതൊന്നും ഉണ്ടാക്കാനല്ല. അതൊക്കെ ഉണ്ടാക്കൽ വെള്ളക്കാരൻ്റെ ആവശ്യമായിരുന്നു. ഒരു പ്രജയ്ക്ക് അതൊക്കെ വേണം. എന്നാലേ അവൻ്റെ സമൂഹത്തിൽ നിന്ന്, അവൻ്റെ സംസ്കാരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കാൻ കഴിയുള്ളൂ. അതൊന്നുമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ആ സമൂഹത്തിൽ തന്നെ നിന്നിട്ട് ആ സമൂഹത്തിലുള്ള അഭിവൃദ്ധി, മാനസികവും ശാരീരികവും ശാസ്ത്രീയവും സാങ്കേതികവും സാമ്പത്തികവുമായ ആ അഭിവൃദ്ധിയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്കുണ്ടാവേണ്ടതെന്നർത്ഥം. അതിന് ഏറ്റവും നല്ലത് അവൻ ജനിച്ച് വളർന്ന ഭാഷയിൽ അവന് വിദ്യാഭ്യാസം ലഭിക്കുക എന്ന പ്രാഥമിക ആവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ ആ ഡീകോളനൈസേഷൻ്റെ ഭാഗമായിട്ടാണ്, ഒരു കാലികമായ ചരിത്ര ദൗത്യം എന്ന നിലക്കാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങൾ എൻ്റെ ഗുരുവായ ബാലകൃഷ്ണൻ മാഷ് എഴുതിയതാണ്. അങ്ങനത്തെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രവർത്തനത്തിലാണ്. അത് ഏകദേശം കഴിഞ്ഞു. ഇനി ഒരു പ്രസ്സിലേക്ക് കൊടുക്കുക എന്നുള്ള 1-2 ദിവസത്തെ പണിയേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് നേരം വൈകിപ്പോയത്. എന്തായാലും ഈ അപകോളനീകരണം, ജനാധിപത്യ വിപ്ലവം നടന്നതിന് ശേഷം പോലും, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോലും നമ്മളെ സ്കൂളുകളോ വിദ്യാഭ്യാസമോ ഭരണ പ്രക്രിയയോ നീതിന്യായ വ്യവസ്ഥയോ കോടതികളോ ജയിലുകളോ പട്ടാളങ്ങളോ പോലീസോ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ അപകോളനീകരണം നടന്നപ്പെട്ടിട്ടില്ല. ഡീകോളനൈസേഷൻ നടക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഡീകോളനൈസേഷൻ നടന്ന് നമ്മൾ ഒരു യഥാർത്ഥ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് ആയുമ്പോൾ, ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്ത് കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ 5 കൊല്ലത്തിലൊരിക്കൽ വോട്ട് ചെയ്യാനുള്ളതല്ല. അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അവൻ്റെ വർക്ക് പ്ലേസ്, ആ ഓരോ വ്യക്തിയുടെയും സാമൂഹ്യമായ വർക്ക് പ്ലേസിൽ ആണ് ജനാധിപത്യം വരേണ്ടത്. അതായത് ഡെമോക്രസി അറ്റ് വർക്ക് പ്ലേസ്. അതായത് നമ്മളെ വർക്ക് പ്ലേസ്, ജോലി ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യാം എന്നത് നിർദ്ദേശിക്കാനും തീരുമാനിക്കാനും നടപ്പിലാക്കാനുള്ള ജനാധിപത്യം, അതാണ് ജനാധിപത്യം. അതല്ല, ഇത് ജനാധിപത്യം അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ലക്ഷ്യമായിട്ട് കാണേണ്ടത്. ജനാധിപത്യം, ഡെമോക്രസി അറ്റ് വർക്ക് എന്നുള്ള ഏറ്റവും ഉദാത്തമായ ആ സ്വപ്ന ലോകത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ
വിദ്യാഭ്യാസം സ്വാതന്ത്ര്യം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ അനുഭവിച്ച് പരിശീലിച്ച് നടപ്പിലാക്കി ഒരു 3-4 തലമുറയെങ്കിലും കഴിഞ്ഞാലേ അങ്ങോട്ട് എത്തുള്ളൂ. അങ്ങനെ എത്തുന്ന കാലത്ത് മാത്രമേ നമുക്ക് ചൈന പോലുള്ള രാജ്യങ്ങളെ മറികടക്കാൻ, ഇനി മറികടക്കണ്ട, ഒപ്പം എത്താനെങ്കിലും കഴിയുള്ളൂ എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തായാലും ഇത്രയും സമയം കേട്ടിരുന്നതിന് നന്ദി. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.